നമ്മുടെ ഇന്ത്യ രാജ്യം വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും വളരെ സന്തോഷ ആത്മമിത്രങ്ങളെ പോലെ ജീവിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇന്ത്യയിൽ ഉടനീളം. ആർക്കും ഇവിടെ ഒരു പ്രശ്നം ഒരു മുസ്ലിം ഉണ്ടാക്കിയില്ല. 8 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ട് എത്ര അമ്പലങ്ങളാണ് പൊളിച്ചത്, എത്ര അമ്പലങ്ങൾ വിളിച്ചിട്ടുണ്ട്. കണക്കെടുക്ക്, എല്ലാത്തിനും കണക്കുണ്ടല്ലോ. കണക്കുകളെല്ലാം ഇപ്പോ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ, അമ്പലം, ഒരിക്കലും നമ്മൾ ഒരാളുടെ ഒരു പിടിച്ചെടുക്കപ്പെട്ട ഒരു വസ്തുവിൽ പള്ളി ഉണ്ടാക്കി നമസ്കരിക്കൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യമാണ്. പിടിച്ചെടുക്കപ്പെട്ട ഒരു പള്ളിയിൽ നമ്മൾ അങ്ങനെ ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ പോകേണ്ട ആവശ്യം എന്ത്? അങ്ങനെ ഒരാളുടെ ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ ഒരു അമ്പലം, പള്ളി, ഇതൊന്നും നമുക്കില്ല. ആ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടല്ലോ. നമുക്ക് സൗകര്യങ്ങളുണ്ടല്ലോ. പള്ളി പണിയാൻ 100 കണക്കിന് ആളുകൾ തയ്യാറാണല്ലോ. പിന്നെ എന്തിനാ വല്ലവരുടെയും ആരാധനാലയങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് പള്ളിയാക്കാൻ പോകുന്നത്? വർഷങ്ങളായി നമ്മൾ കണക്കും 500, 600, 700, 800 വർഷങ്ങളൊക്കെ പഴക്കമുള്ള പള്ളികളൊക്കെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ നമ്മുടെയൊക്കെ പള്ളികളൊക്കെ ഇനി ഇതുപോലെ പറിച്ച് നോക്കിയിട്ട് അടിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോയ സംഭവം. സന്തോഷവും സമാധാനമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് നമ്മൾ ഒരു സമുദായത്തെ വേദനിപ്പിച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം എന്ന് പറയുന്നത്, അല്ലാഹ് എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് സമാധാനമാണ്. ലോകത്ത് സമാധാനം കൊടുക്കാൻ വേണ്ടി ലോകത്ത് ആഹ്വാനം ചെയ്യുന്ന ഒരു അധിപരാ ശക്തിയാണ് അല്ലാഹ്, ദൈവം എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നത്. നമ്മളിവിടെ പ്രസംഗത്തിലും നമ്മളുടെ ദുആയിലൊക്കെ ഓതുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ നീ സമാധാനത്തിന്റെ ഉടമയാണ്. അല്ലാഹ് ക്രൂരനാണെന്ന്, തീവ്രവാദിയാണ്, ഭീകരവാദി എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. അല്ലാഹ് നീ സമാധാനത്തിന്റെ ഉടമയാണ്, നിന്നിൽ നിന്നാണ് സമാധാനം, നീ ഞങ്ങളെ സമാധാനത്തോടു കൂടി വാർത്തെടുക്കണമേ എന്ന് ലോകത്തെ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് കേൾക്കുന്ന ആ ഒരു മന്ത്രം. അല്ലാതെ ഹിന്ദുക്കളെ കൊല്ലണേ അല്ല, ക്രിസ്ത്യാനികളെ കൊല്ലണേ അല്ല, യഹൂദികളെ കൊല്ലണേ അല്ല എന്നല്ല വിളിച്ചു പറയുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ലോകത്തുള്ളവരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നീ വാർത്തെടുക്ക് പഠിച്ചവനെ. ഇതല്ലേ നമ്മൾ പഠിപ്പിക്കുന്ന മതം, ഇതല്ലേ ഇസ്ലാം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം, നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകട്ടെ തിരിച്ചും. ഇത്ര വലിയൊരു മെസ്സേജ് ലോകത്ത് ഏത് മത കൈമാറുന്നത്? ഹലോ നമസ്തേ എന്ന് പറയുന്ന പോലെ അല്ല ഇത്. ഇതൊരു പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും, നിനക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. എത്ര വലിയ മെസ്സേജ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ മെഹറാജിലാണ് ഇത് കിട്ടിയത്, ഈ ഇസ്രാ മെഹറാജിലാണ് ഇത് കിട്ടിയത്. അള്ളാന്റെ റസൂൽ നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് സന്തോഷത്തോടുകൂടി അഭിവാദ്യമർപ്പിച്ച ആ മുബാറക്കായ പുണ്യമായ അഭിവാദ്യമാണ് ഒരു മുസ്ലിം അടുത്ത ഒരു മുസ്ലിമിന് നൽകുന്ന മെസ്സേജ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. എത്ര വലിയ മഹത്തരമാണത്. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എല്ലാ ബർക്കത്തും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ മുസ്ലിമീങ്ങൾ എവിടെയാ ഈ പ്രശ്നക്കാര്? ഏത് പള്ളികളല്ല ഹിന്ദുക്കൾക്കെതിരെ ചർച്ചകൾ നടക്കുന്നത്? ആരെല്ലാം ഇസ്ലാമിനെതിരെ വാളെടുത്താലും പ്രശ്നമില്ല, വാള് പരസ്യമായി കൊണ്ടു നടന്ന് ഇവിടെ റാലി നടത്തുമ്പോഴും പ്രശ്നമില്ല. മുസ്ലിമിന്റെ കയ്യില് പടച്ചവനെ ഒരു മുറുക്കാൻ, പണ്ടത്തെ കാക്കാമാര് മുറുക്കാന്റെ കത്തി ഇങ്ങനെ ഉണ്ടാക്കും പാക്കോ ചുരണ്ടാൻ വേണ്ടി, അതിരുന്ന അവൻ തീവ്രവാദിയായി. എന്തൊരവസ്ഥയാ! നീതിയൊക്കെ എവിടെ പോയി? പറഞ്ഞിട്ട് കാര്യമില്ല. നബി തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സിത്ത, 6 കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. അതിലൊന്ന് ബൈഅൽ ഹുക്ം, നീതി കച്ചവടം ചെയ്യപ്പെടും. നീതി കച്ചവടം ചെയ്യപ്പെടും. നീതിമാന്മാർ അവർക്ക് നീതിപരമായിട്ട് ധർമ്മബോധത്തോടുകൂടി ജനങ്ങൾക്ക് നീതിയുടെ വിധി കൽപ്പിക്കാൻ അവരെ കൊണ്ടാവൂല. അവരുടെ പിന്നാലെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റു രീതിയിലും അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ നീതിക്ക് തടസ്സമുണ്ടാകുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ബാബരി മസ്ജിദിന്റെ വിഷയം പറഞ്ഞ ഉടനെ അങ്ങേര് റിട്ടയർഡായി. ഗ്യാനുബാബി മസ്ജിദിലെ കാര്യം പറഞ്ഞപ്പോ അങ്ങേരും റിട്ടയർഡായി. സംഭവം എന്തെളുപ്പ പരിപാടി, എന്തെളുപ്പ പരിപാടിയാ സംഭവം. ഖിയാമത്ത് നാളിൽ അടയാളത്തിൽ ഇതെല്ലാം സംഭവിക്കൂന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്റെ സമുദായത്തെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് കൊള്ളാം. നമ്മളിപ്പോ വാളെടുക്കണമെന്നോ അടിയുണ്ടാക്കണം വഴക്കുണ്ടാക്കണമെന്നോ അല്ല, നമ്മൾ ഒരുമയോടുകൂടി ജീവിക്കും. നമ്മൾ കടന്ന് ചെറിയ ചെറിയ വിഷയങ്ങളിൽ തമ്മിൽ വടിച്ച് കേസും വഴക്കും പ്രശ്നങ്ങളുമായി അങ്ങോട്ട് എല്ലാ പള്ളികളിലും
അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. നമ്മുടെ കൗമ് എവിടെ? ഇത് മനസ്സിലാക്കുന്ന ശത്രുക്കളെ മനസ്സിലാക്കിയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ മേലേക്ക് കുതിര കയറുന്നത്. അവർക്കറിയാം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. കാരണം നമ്മളെല്ലാം 10 പേരും 10 തട്ടിലാണ്, 10 പേരും 10 ആദർശത്തിലാണ്. അവർക്കറിയാം. അപ്പോ നമ്മുടെ ചിറക് ഒടിയും. നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞ യൂഷികുൽ ഉമമു അൻ തദാ കമാ തദാഅൽ ആഖിലതു ഇലാ ഖസ്അതിഹാ. ഓർത്തോളി ജനങ്ങളെ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയതാണ്. മുസ്ലിം ലോകം, നിങ്ങൾ ഓർത്തോളി, ഭക്ഷണ തളികയില് പല കൈകൾ വന്ന് വീഴുന്നത് പോലെ അഹങ്കാരികളും തെമ്മാടികളും ഈ സമൂഹത്തിന്റെ മേലേക്ക് അതിക്രമം നടത്തുന്ന ഒരു കാലം വരും. ഓർത്തോളി. എല്ലാ മേഖലകളിൽ നിന്നും ശരിയല്ലേ? എല്ലാരും ഇപ്പൊ പത്രം വരെ നമുക്കെതിരാ, കോടതി വരെ എതിരാ, നിയമവും പോലീസും എല്ലാം ഇപ്പൊ എതിരായിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എല്ലാരും ഇങ്ങനെ നമ്മുടെ മേലേക്ക് ചാടി വരുന്ന ഒരു കാലം ഉണ്ടാവും. സ്വഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദ് യാ റസൂലല്ലാഹ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ന്യൂനപക്ഷമായത് കൊണ്ടാണോ? ന്യൂനപക്ഷം, നമ്മൾ കുറഞ്ഞ ആള് കുറവായത് കൊണ്ടാണ് എല്ലാരും നമ്മുടെ മണ്ടയിലേക്ക് കുതിര കയറാൻ വരുന്നത്? ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അൻതും കസീറുൻ. നിങ്ങൾ ഭയങ്കര ശക്തികളാണ്. 160 കോടി മുസ്ലിമിന്റെ ഒരേ ഒരു ആദർശം. നമ്മളെ പോലെ എത്ര പേരുണ്ട്? പരിശോധിച്ചു നോക്കിയാൽ ആദർശത്തിൽ ഭൂരിപക്ഷം നമ്മളാ. ലോകത്ത് എവിടെയായാലും നോമ്പ് എല്ലാവർക്കും റമദാനിലാണ്. ഷിയാക്കളാണെങ്കിൽ പോലും, ഷിയാക്കളാണെങ്കിൽ ശവ്വാലിൽ നോമ്പ് പിടിക്കൂ. അവരുടെ നോമ്പ് എപ്പോഴാ? റമദാൻ മാസത്തിലാണ്. ആരായാലും എന്താ? 5 വഖത്ത് നിസ്കാരം. എല്ലാവർക്കും 5 വഖത്ത് നിസ്കാരം. എല്ലാവരുടെയും ഖുർആൻ ഒന്ന്, കഅബ ഒന്ന്, ഒരൊറ്റ കഅബ. അതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ലോകത്തെ മുസൽമാന്റെ ഐക്യത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന കഅബ, ഇന്ന അവ്വല ബൈത്ത്, ആദ്യത്തെ വീടാണ്. അവിടേക്കാണ് ലോകം മൊത്തം തിരിഞ്ഞു നിന്ന് അല്ലാഹു വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ഐക്യം. ഇവിടെ എല്ലാ മുസ്ലിമീങ്ങളും ഒരേ ഭൂരിപക്ഷമാണ്, ഒരേ കെട്ടാണെന്ന് നബി തങ്ങൾ പറയുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു നബിയെ? പിന്നെന്താ കുഴപ്പം നമ്മൾ വിജയിക്കാത്തത്? ചിറകൊടിഞ്ഞ പശികളായി പോയി. ഗുണമില്ല. അവന്റെ കാര്യം നോക്കി അടക്ക. സമുദായത്തിന്റെ കാര്യത്തിൽ അവന് ഫിക്റില്ല. ഉമ്മത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഫിക്റില്ല. എല്ലാം ചിറകൊടിഞ്ഞ പക്ഷികളെ പോലെ അധപ്പതിച്ചു പോയി. അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാത്ത ഒരു കാലം വരും സഹാബത്തെ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ചിറകൊടിഞ്ഞില്ലേ? നമ്മുടെ ഒടിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇതെല്ലാം മിണ്ടുന്നുണ്ടോ? മിണ്ടാൻ പറ്റുമോ? അനുഭവിച്ചോളി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുആയും ഇബാദത്തും അല്ലാഹുവിലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കൊരു പരിഹാരമില്ല. എനിക്കതേ പറയാനുള്ളൂ. ദുആയും ഇബാദത്തും അല്ലാഹുവിലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കിതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല. റബ്ബിന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോ, പടച്ചവനെ, ഞാൻ മരിച്ചത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, ഞാൻ നിന്റെ ദീനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഞാൻ മരണപ്പെട്ടത് എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി വെച്ചുകൊള്ളി. എനിക്കതേ പറയുള്ളൂ. നമസ്കാരമില്ലാതെ നമ്മൾ ശിർക്കിനും കുഫ്റിനും കൂട്ടുനിന്നിട്ട് അവരോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ട് അവസാനം ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് കാഫിറായി, മുശ്രിക്കായി, മുനാഫിഖായി മരിച്ചു പോകേണ്ട ഒരു ഗതികേട് അള്ളാഹു നമുക്കാർക്കും വരുത്താതിരിക്കട്ടെ. എന്തായാലും എല്ലാവരും മരിക്കും. ഈ ലോകത്ത് ആരും ജീവിക്കൂല. എല്ലാവരും ഈ ലോകത്തുനിന്ന് മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു ശൈഉൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹു ഒഴികെ എല്ലാം നശിക്കും. അത് അല്ലാഹുവിന്റെ തർത്തീബാണ്, തീരുമാനമാണ്. അന്ന് ആഖിറത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഒരു ദിവസമുണ്ട്, അന്ന് മുഴുവൻ വരെ എ ടു ഇസഡ്, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവരെ നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടും. അന്ന് നമുക്ക് നമ്മുടെ ശത്രുക്കളെ കാണാൻ കഴിയും. ഇന്ന് നമ്മളെ പരിഹസിച്ച് ചിരിച്ചവർ, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം മുൻഖലബൂ ഫകിഹീൻ.
ഇന്നത്തെ അവസ്ഥയത്. മുഅ്മിനീങ്ങളെ കാണുമ്പോൾ, തൊപ്പി കാണുമ്പോൾ, തലപ്പാവ് കാണുമ്പോ, നിസ്കാരത്തഴമ്പ് കാണുമ്പോ, ദാടി കാണുമ്പോ, പള്ളിയിലെ ബാങ്ക് വിളി കേൾക്കുമ്പോ, മിനാരം കാണുമ്പോ നമ്മളെ പുച്ഛിച്ച് തള്ളി കളിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞ വാക്കാണ് സൂറത്തുൽ മുത്തഫിഫീൻ. ഖുർആൻ പറഞ്ഞ വാക്കാണ്. നമ്മളെ കാണുമ്പോ പുച്ഛിക്കും അവർ. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. നമ്മളെ കാണുമ്പോൾ അവർ ചിരിക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. അവർ പരസ്പരം കാണുമ്പോൾ കളിയാക്കുന്ന പരിപാടി, തട്ടിയരെ പൊളിച്ചേരെ ആക്കിയരെ, അങ്ങനെ അവർ കണ്ണുകൊണ്ടും ആംഗ്യരൂപേണ നമ്മളെ കളിയാക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. എന്നിട്ട് വൈദൻ ഖലബൂ ഇലാ അഹ്ലിഹിം മുൻഖലബൂ ഫഖീൻ. വീട്ടിൽ പോയിട്ട് അവര് സന്തോഷിക്കും. അടിച്ച് നേരപ്പാക്കി ഇവന്മാരെ കണ്ടല്ല തകർത്ത് തരിപ്പണാക്കി. ലഡു 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 എല്ലാവർക്കും കൊടു, ലഡു കൊടു. നമ്മളിന്ന് ലഡു പൊട്ടിച്ചവരുടെ. ഖുർആന്റെ അർത്ഥം ഞാൻ പറയുന്നത് കേട്ടോ, ഖുർആന്റെ അർത്ഥാണ്. സന്തോഷിക്കൂന്ന്. നമ്മുടെ കൗമുകളെയും നമ്മുടെ സമുദായത്തെയും തകർത്ത് ഈമാനുള്ളവരെ നശിപ്പിച്ച് ഇടിച്ച് നിരത്തിയിട്ട് പുരയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവര് കുടുംബസമേതം ലഡു പൊട്ടിച്ച് തിന്നിട്ട് സന്തോഷിക്കൂന്ന്. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ വൈദൻ ഖലബൂ ഇലാ അഹ്ലിഹിം മുൻഖലബൂ ഫഖീൻ. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇതാണ് അല്ലാഹ് പറഞ്ഞത്. ഫലമ്മാ നസൂ മാ ദുക്റൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളും ഞാൻ ഇവർക്ക് തുറന്നു കൊടുക്കും, അടിച്ചു പൊളിക്കാൻ ഞാൻ തുറന്നു കൊടുക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു. ഒരു ദിവസം വരും ഇൻഷാ അല്ലാഹ്, ഒരു ദിവസം വരും ഇൻഷാ അല്ലാഹ്. ഖുർആന്റെ വാക്കാണ്. അടിച്ചു പൊളിച്ച് അഹങ്കരിച്ച് സന്തോഷിച്ച് തിമിർത്താടുമ്പോ അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ. ഒരൊറ്റ പിടി നാം പിടിക്കും. അന്ന് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നിരാശരായി നിങ്ങൾ മടങ്ങിപ്പോ, ചെറകൊടിഞ്ഞു പോകും നിങ്ങളെ ഇൻഷാ അല്ലാഹ്. അത് വരും ഒരു കാലത്ത്. കാത്തിരുന്ന് കാണാൻ ഭാഗ്യമുള്ളവർക്ക് അത് കാണാം. അല്ലാഹ് അമ്മക്ക് കാണാൻ ഭാഗ്യം തരട്ടെ. ഖുർആൻ പറഞ്ഞ വാക്കാ, ഖുർആൻ പറഞ്ഞ വാക്കാണ്. അന്നവര് പറയും റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. ഞങ്ങൾ അന്ന് പിൻപറ്റിയത് ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രചോദനം നൽകി പ്രലോഭിപ്പിച്ചിട്ടാണ് അല്ലാഹ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ നീ പിടിക്കരുത്, ഞങ്ങളുടെ നേതാക്കന്മാരെ നീ പിടിക്ക്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. അവരെ ശപിച്ചിട്ട് നീ അവരെ തള്ളി നരകത്തിൽ കിട, ഞങ്ങളെ പിടിക്കല്ലേ പടച്ചവനെ എന്ന് നാളെ പറയും. ആ സമയത്ത് ഈമാനുള്ളവർ ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ അലൽ അറായികി യൻദുറൂൻ ഹൽ ഹുവിബൽ കുഫാർ മാ കാനൂ യഫ്അലൂൻ. ഇന്ന് നമ്മളെ നോക്കി പരിഹസിച്ചവർ, കളിയാക്കിയവർ, നമ്മളെ ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ആ വർഗത്തിന്റെ മേലിറങ്ങുന്നത് കാണുമ്പോൾ നേരെ ആട്ടുകട്ടിലിൽ ഇരുന്നു കൊണ്ട് അവരെ നോക്കിയിട്ട് ചിരിക്കാൻ ഈ ഉമ്മത്ത് നാളെ തയ്യാറാകും ഇൻഷാ അല്ലാഹ്. ഖുർആന്റെ വാക്കാണ്. ഫൽയൗമല്ലദീന ആമനൂ. സത്യവിശ്വാസികൾ യൽഹഖൂൻ എന്ന് ചിരിക്കും മിനൽ കുഫാർ. ഈ സമുദായത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന അള്ളാഹുവിന്റെ വിരോധികളെ നാളെ അവരുടെ മേൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് നമ്മൾ ചിരിക്കും. ഹൽ ഹുവിബൽ കുഫാർ മാ കാനൂ യഫ്അലൂൻ. പടച്ചവൻ അവർക്ക് വലിയ കസേര ചേറിട്ട് കൊടുത്തിട്ട് അലല്ലറായിക്ക് യൻദുറൂൻ. നിങ്ങൾ കണ്ടോ ആരായിരുന്നു നിങ്ങളുടെ റബ്ബ്? നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ നീതിമാനല്ല എന്ന്? നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മറുപടി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ അന്ന് ധരിച്ചില്ലേ? ഇരുന്നോ ഈ കസേരയിൽ, ഞാൻ ഇപ്പോ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അവരെ പിടിച്ചു നിർത്തി ശിക്ഷിക്കുമ്പോൾ നമ്മൾ ചിരിച്ച് സന്തോഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹൽ ഹുവിബൽ കുഫാർ മാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്തതിന്റെ സവാബ് അല്ലാഹ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അല്ലാഹ് നമ്മളെ കസേര പിടിച്ചിരുത്തുന്ന കണ്ടോ? ഖുർആനെ വിശ്വസിക്കുന്നവരല്ലേ? ഖുർആനെ വിശ്വസിക്കുന്നവരല്ലേ? ഖുർആനാണിത്, പരിശുദ്ധമായ ഖുർആനാണ്, കളിയല്ല ഇത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. ഈമാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ ജീവിച്ചത്
അള്ളാഹുവിനെയും വിശ്വസിച്ച് അവന്റെ റസൂലിനെയും അംഗീകരിച്ചുകൊണ്ടിട്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മരിക്കുമ്പോഴും മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന വിശ്വാസത്തോടെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. ആ സ്വർഗ്ഗത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് മരണം ഒരു പ്രശ്നമേ അല്ല. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈമാനോടെ മരിച്ച അല്ലാഹ് ഇതെല്ലാം നമ്മൾ ഖുർആനെ വിശ്വസിക്കുന്നവരാണ്. ആരുടെയും കൈപ്പകർപ്പല്ല ഖുർആൻ. ഈ ലോകത്തിന്റെ അതിപരാശക്തിയായ പടച്ചവൻ നമുക്ക് നൽകുന്ന ദിവ്യ സന്ദേശങ്ങളാണ്. അത് നമ്മുടെ കാറ്റലോഗാണ്, ഇസ്ലാമിന്റെ കാറ്റലോഗാണ്. ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ല. അത് പുതിയ പതിപ്പോ രണ്ടാം പതിപ്പോ ഇതൊന്നുമില്ല, ഒരൊറ്റ പതിപ്പേ ഉള്ളൂ. അന്ന് അല്ലാഹു നബീന റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഇറക്കി കൊടുത്ത 1400 വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് ആ പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അതിൽ അല്ലാഹു തആല ഒപ്പിവെച്ചിട്ടുണ്ട്. അല്ലാതെ ഇന്നലകളൊന്നും അല്ലാഹ് ഇറക്കിയിട്ടില്ല. അത് തന്നെയായിരിക്കും സദഖല്ലാഹു വസദഖ റസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിനെ അട്ടിമറിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമാവില്ല. ആ ഒരു പ്രതീക്ഷയെ ഇനി നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ഉറങ്ങാനുള്ള സമയമല്ല, ഉണരാനുള്ള സമയമാണ്. നല്ലൊരു മാസം റജബ് മാസം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ മിഅ്റാജിന് പോയി ഒരുപാട് സംഭവങ്ങൾ കണ്ട് സന്തോഷിച്ച് ഈ ലോകത്തേക്ക് വന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന മാസമാണ് ഈ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തിരിച്ച് പരിശുദ്ധമായ ഹറമിൽ നിന്ന് യാത്ര തിരിച്ചു പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി യാത്ര പോയപ്പോ വഴിയോരത്ത് നിന്നിട്ട് ഒരാൾ വിളിച്ചു, യാ മുഹമ്മദ് ഹലുമ്മ, ഇങ്ങോട്ടൊന്ന് വാ മുഹമ്മദ്, നില്ല് മുഹമ്മദ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിക്കണ്ട സിർ മാഷാ അല്ലാഹു വയസിർ, പൊയ്ക്കോ, അങ്ങോട്ട് നീ നോക്കുകയും വേണ്ട പോവുകയും വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ തീരുമാന പ്രകാരം പിന്നെയും പോയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരു കിളവി വിളിക്കുന്നു, ഏ മുഹമ്മദ് അവിടെ നില്ല് പോലെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ട മുഹമ്മദെ, പൊയ്ക്കോ, വണ്ടി വിട്ടോ, ഇവിടെ നിൽക്കരുത്, അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോ സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ഹാശിറു. വിളിയേക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു ജിബ്രീലിലേക്ക് നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഉർദുദ് അലൈഹിമുസ് സലാം, സലാം അടക്കിക്കൊള്ളാൻ പറഞ്ഞു. സലാം അടക്കിക്കൊള്ളാൻ പറഞ്ഞു, അവിടെ മടക്കിക്കൊള്ളാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് യാത്ര തുടർന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മുഹമ്മദ് ഇൻസിൽ, ഇറങ്ങ്, ഫസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി 2 റക്അത്ത് അവിടെ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അതദ്രി ഐന സ്വല്ലൈത, നിങ്ങൾ എവിടെ നിസ്കരിച്ചത് നിങ്ങൾക്കറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ, എനിക്കറിയില്ല, പറഞ്ഞുതരാം. യാത്ര തുടരെ, കേറ് വണ്ടിക്കകത്ത്. യാത്ര തുടരുന്നു. ആകാശത്തിലൂടെയുള്ള യാത്രയാ, ഒരു രാത്രിയുള്ള യാത്രയാണ്. ഇതൊക്കെ ലോകത്തിന്റെ വലിയ മഹാ അത്ഭുതങ്ങളാണ്. ഇന്ന് ലോകത്തിന്റെ 7 അത്ഭുതങ്ങളെ കാണുള്ളൂ. അതിനേക്കാളും വലിയ അത്ഭുതം അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഈ ഖൗമിന് എന്നും തലേ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാ? ഇവർക്ക് എന്തോ വലിയ ജെറ്റ് വിട്ടത വലിയ അഭിപ്രായം, വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച സ്ഥലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ജിബ്രീൽ. രണ്ടാമതൊരു സ്ഥലത്തെത്തി, ഇൻസിൽ മുഹമ്മദ്, ഇവിടെ ഇറങ്ങ്, ഫസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കും മുഹമ്മദേ. ഇറങ്ങി നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അതദ്രി ഐന സ്വല്ലൈത, ഇവിടെ നിസ്കരിച്ചത് നിങ്ങൾക്ക് അറിയോ? അല്ലല്ല, ഇല്ല, അറിയില്ല. പറഞ്ഞുതരാം, കേറ്, യാത്ര തീർന്നിട്ടില്ല, പോട്ടെ. മൂന്നാമതും യാത്ര പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ വീണ്ടും ജിബ്രീൽ പറഞ്ഞു, നിർത്ത്, ഇൻസിൽ, ഇറങ്ങ്, ഫസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയി, നിസ്കരിച്ചു. എവിടെ നിസ്കരിച്ചെന്നറിയോ? അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി തരാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുതരാം. ആരാ വഴിയിൽ തടഞ്ഞു നിർത്തിയത്? ആരാ കിഴവിയുടെയും കിഴവന്റെയും കോലത്തിൽ വന്നത്? ആരാണ് അങ്ങ് ദൂരെ നിന്ന് യാ മുഹമ്മദ് മുതനഹിയൻ അനി തരീഖ്, മുതനഹിയൻ അനി തരീഖ് ഐ മുതബഇദൻ അനി തരീഖ്, അങ്ങ് തരീഖിന്റെ ദൂരെ വിദൂരത്ത് നിന്ന് ഒരു രൂപം വിളിക്കുന്നു, മുഹമ്മദ് ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞത് ആരാ? ഇതൊക്കെ പറഞ്ഞുതരാൻ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട്
ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ റസൂൽ എത്തി, ലാൻഡ് ചെയ്തു. ലാൻഡിങ് അവിടെ നിന്ന് കാണിക്കണം എന്നല്ല പറഞ്ഞിരുന്നു ജിബ്രീലിനോട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ആയത്തുകൾ കുറച്ചൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാനുണ്ട്. നമ്മുടെ ആയത്തുകളെ ഈ ഇസ്രാ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് അവിടെ കാണിച്ചു കൊടുക്കണം ജിബ്രീലെ. അതുകൊണ്ട് നബിയെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് ഇറക്ക്, അവിടെ നിർത്ത്. അവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇസ്രാ മിഅ്റാജ് ആവുമ്പോൾ നമ്മൾ ഈ മാസം മൊത്തവും അതിന്റെ ചർച്ച തന്നെ ആയിരിക്കണം. 1:40 അല്ല, എന്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞ ഇത് 15 മിനിറ്റ് സമയം എടുക്കും, 2 മണിയാവും പ്രസംഗം തീരാൻ. ജുമാ കഴിയുമ്പോൾ 2:15. എന്നെ കുറ്റം പറയരുത്. ഒന്നാമത് ഇപ്പൊ പേടിച്ച ജുമാസ്കരിപ്പിക്കുന്നു. അള്ളാഹെക്കാട്ടിലും മഹ്ലൂക്കിനെ ഇപ്പൊ പേടിയാണ്. പടച്ചോനെ പേടിച്ചില്ലേലും പടപ്പുകളെ പേടിക്കണമെന്നുണ്ട്. അള്ളാഹു തആല നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സന്തോഷമായ രീതിയിൽ, റാഹത്തായ രീതിയിൽ, ഐക്യത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ സമുദായം മുന്നോട്ട് പോകാൻ എല്ലായിടത്തും അള്ളാഹു സന്തോഷവും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്തു, നല്ല ദുആ, ഒറ്റയ്ക്കും കൂട്ടായും. വീട്ടിൽ പെണ്ണുങ്ങളോടും പറയും, ഇൻഷാ അല്ലാഹ് വല്ലാഹി സത്യം റബ്ബ് നമ്മളെ കൈവിടൂല. നമുക്ക് അല്ലാഹ് ഉണ്ട് സുഹൃത്തുക്കൾ. നമുക്ക് അധികാരം ഒന്നും വേണ്ട, പോലീസും വേണ്ട, പട്ടാളവും വേണ്ട. വല്ലാഹി റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ പട്ടാളവും ഫിർഔനും എല്ലാം കൂടെ അടിച്ച് കുതിച്ചവരുടെ മുന്നിലേക്ക് ഒന്ന് തകർക്കാൻ, ഹേ മൂസ ദാ വരുന്ന കണ്ട, ഇന്നാല മുദ്റകൂൻ, ടാങ്കുമായിട്ട് വരുന്ന കണ്ട, ഇന്നാല മുദ്റകൂൻ, നമ്മൾ കുടുങ്ങി. മൂസ നബി പറഞ്ഞ ഒരു വാക്ക്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, എനിക്ക് വഴി കാണിച്ചു തരും. മിണ്ടാതിരി. അവിടെ ആ ഒരു വാക്കുണ്ടല്ലോ, കടലിനെ പോലും ഭയപ്പെടുത്തിയ ആ വാക്ക്. നിങ്ങൾ മിണ്ടാതിരി. ഈ വെടിക്കോപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. ആ മൂസ നബിയെ ആ കാണുന്ന ചെങ്കടലിൽ രക്ഷപ്പെടുത്തി മൂസ നബിയെ തകർക്കാൻ വന്ന പട്ടാള മേധാവികൾ അടക്കമുള്ളവരെ മുക്കിക്കൊന്ന് മൂസ നബിക്ക് അധികാരവും ചെങ്കോലും തിരികെ നൽകിയ അതേ പടച്ചവനാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത്. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ്. അവൻ നശിക്കൂല. ഒരു തൂക്കമോ, ഒരു മയക്കമോ, ഒരു ഉറക്കമോ അവൻ വരികയില്ല. അവനെ പിടികൂടുകയുമില്ല. അവൻ നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അവൻ കാണുന്നു. പക്ഷെ ദുആ കൈവിടരുത്. കഴിയുന്നവർ നോമ്പെടുത്ത്, നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത്, നോമ്പെടുക്കിൽ നല്ല പോലെ നോമ്പെടുത്ത്, സുന്നത്ത് നോമ്പെടുത്ത്, വ്യാഴാഴ്ച, തിങ്കളാഴ്ച, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ധാരാളം നോമ്പ് നമുക്ക് എടുക്കാം. സൗകര്യം പോലെ നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് അൽഹംദുലില്ലാ. ആ ദുആ വിടരുത്. നമുക്ക് ആരുമില്ല പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവരും എതിരെ, നീ ഞങ്ങളെ സഹായിക്കണം. നമ്മളൊരു സമൂഹത്തിനെതിരെ നമ്മൾ ദ്വാരക്കണ്ട, നീ ഞങ്ങളെ സഹായിക്കണം. നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നമുക്കതേ ഉള്ളൂ. നിങ്ങൾ ദുആ പിടിച്ചോളി, വല്ലാഹി അല്ലാഹ് നമ്മളെ സഹായിക്കും. ഞാൻ 100 വട്ടം ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ സഹായം അള്ളാന്റെ കൈകളിലാണ്. അള്ളാഹ് നമ്മളെ സഹായിക്കും എന്നുള്ളതിന് 100 വട്ടം നമുക്കതിൽ വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? പിന്നെ നമ്മൾ പേടിക്കുന്നത്? എത്ര പേർക്ക് അല്ലാഹു തആല ഈ മിമ്പറിന്റെ മെഹ്റാബിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്ത് അല്ലാഹു തആല സലാമത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർക്ക്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഓരോ പള്ളികളുടെയും മിമ്പർ മെഹ്റാബ് അള്ളാന്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന സമയമാണ് ജുമാടെ സമയം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കിൻ വീട്ടിൽ പോയിരുന്നാണ്. ദ്വാരക്കിൻ എപ്പോ സുന്നത്ത് സ്കരിച്ചാലും തഹജ്ജുദ് സ്കരിച്ചാലും ഒക്കെ ദ്വാരക്കിൻ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സലാഹിയത്തിന്, ഹിഫാദത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഓരോ വ്യക്തികളും ദുആ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ.